മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കളെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾക്കെതിരെ വലിയ അർത്ഥത്തിൽ വിമർശനവും കോടതിയുടെ ഭാഗത്തുണ്ടായ. വിവരങ്ങളുമായി സലി മുഹമ്മദ് ചേരുകയാണ്. സലി, എന്തൊക്കെയാണ് കോടതി ഈ വിഷയത്തിലെടുത്ത നിലപാട്? ആജിംഷാദ്, അതായത് 2021 മുഖ്യമന്ത്രി, അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ദിവസം ഒരു സന്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നു. ഐ വിൽ കിൽ പിണറായി വിജയൻ എന്നായിരുന്നു ആ സന്ദേശം. ആ സന്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കേസെടുത്തപ്പോൾ എറണാകുളം സ്വദേശിയായ അഭിജിത്ത് എന്നൊരാൾക്കെതിരെ എറണാകുളം പോലീസ് കേസെടുത്തു. അതിൽ തുടർ നടപടി സ്വീകരിച്ചു. അതിനുശേഷം ഇത് സാങ്കേതികമായ പിഴവുകളാണെന്നൊക്കെ പറഞ്ഞ് ഈ ഹർജിക്കാരൻ എറണാകുളം സെഷൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അത് കേസേ നിലനിൽക്കില്ലെന്നൊക്കെയായിരുന്നു വാദം. സെഷൻസ് കോടതി ആ വാദം തള്ളി. കേസ് തുടരട്ടെ എന്ന് പറഞ്ഞു. അതിനെതിരെ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി വാദം കേട്ടു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇന്നലെ വിധി പറഞ്ഞു. അല്പം മുമ്പ് അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അതിൽ കോടതി ഈ ഹർജിക്കാരൻ്റെ ആവശ്യം തള്ളി വിചാരണ നേരിടണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ചില നിർണായകമായ പരാമർശങ്ങൾ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ചില ആളുകൾ ഇടുന്ന കമൻറ്റുകൾ സമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ പൗരന്മാരെ മാത്രമല്ല, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകളെ പോലും അപകീർത്തിപ്പെടുത്തുക, അധിക്ഷേപിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലുള്ള പരാമർശങ്ങൾ ഇവർ നടത്തുന്നു. അധികാരികളുടെ ഓഫീസിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ അയച്ച് ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ പ്രമുഖരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നതൊക്കെ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇടപാടായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും കോടതിക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അത് നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന വിചാരണയും കുറ്റവിചാരണ ഇയാൾ നേരിടണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ കർശന നടപടി സ്വീകരിക്കണം എന്ന് കോടതി ഉത്തരവിൽ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വിചാരണ നേരിടുമ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞ കമൻറ്റുകൾ ബാധിക്കരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗൗരവതരമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പോലീസിന് അതിൻ്റെ ഭീഷണി സന്ദേശങ്ങളുടെ പിറകെ പോയി അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ സമയം കണ്ടെത്തേണ്ടി വരുന്നു. അത് ഒരുപാട് ദുർവ്യയത്തിന് കാരണമാകുന്നു. മറ്റ് കേസുകൾ അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി സമയം ചെലവിടേണ്ടി വരുന്നു. ഇതൊക്കെ വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് കോടതി നിസ്സാരമായി കാണുന്നില്ല. അതുകൊണ്ട് അയാൾ വിചാരണ നേരിടണം എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കമൻറ്റുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ സാലി സൂചിപ്പിച്ച പോലെ അത് ഒരു മാതൃകാപരമായ നടപടി എന്ന അർത്ഥത്തിൽ കൂടിയാണ് കോടതി ഈ വിഷയത്തെ പരിഗണിക്കുന്നതെന്ന് വ്യക്തമാകുന്നു, അല്ലേ സാലി? തീർച്ചയായും. അതായത് കോടതി പൊതുവിൽ ഇങ്ങനൊരു തീരുമാനം ഇതിലെടുക്കാൻ കാരണം ഇയാളുടെ റിവിഷൻ പെറ്റീഷൻ തള്ളാൻ ഒരു കാരണമായി കോടതി പറയുന്നത് അത് തന്നെയാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു സന്ദേശമാണ്. കാരണം പലരും ഇത് പതിവ് പരിപാടിയാക്കിയിട്ടുണ്ട്. അധികാരികളെയും സമൂഹത്തിൽ വിലയുള്ള ആളുകളെയും ഒക്കെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കുക, എന്നിട്ട് വധഭീഷണി മുഴക്കി അതിൽ നിയമ നടപടിയിലേക്ക് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളും ന്യായങ്ങളും പറഞ്ഞ് അതിൻ്റെ നിയമ നടപടിയിൽ നിന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുക. ആ പ്രവണതയ്ക്ക് കോടതി കൂട്ടുനിൽക്കില്ല എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇൻഡിവിജ്വലായി ഈ കേസിൽ മാത്രമല്ല എല്ലാ കേസുകളിലും ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ശരി സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ സംഭവത്തിലെ കേസ് പ്രതിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ശക്തമായ നിരീക്ഷണം. ഇത്തരം നടപടികൾ മുമ്പോട്ട് പോകാനാകില്ല. ഇത്തരം നടപടികൾ സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടി മാതൃകാപരമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചാണ് പ്രതിയുടെ ഹർജി ഹൈക്കോടതി തള്ളുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി സലി മുഹമ്മദ് നൽകിയത്.